അസമിൽ പ്രളയസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 21 പേർ മരിച്ചതോടെ ഈ വർഷത്തെ ആകെ മരണം 31 16 ജില്ലകളിലായി 5.5 ലക്ഷത്തിലധികം ആളുകളെയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത്. അസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ശിവസാഗർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ മാത്രം 13 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ചരായി ദിയോയിൽ 5-ഉം ഗോലാഘട്ടിൽ 2-ഉം ജോർഹട്ടിൽ ഒരാളും മരിച്ചു. തിങ്കളാഴ്ച 15 ജില്ലകളിലായി 3.5 ലക്ഷത്തോളം പേരെയാണ് പ്രളയം ബാധിച്ചിരുന്നതെങ്കിൽ ചൊവ്വാഴ്ചയോടെ ഇത് 16 ജില്ലകളിലായി 5,64,600 ഉയർന്നു. ഉത്തരാസാമിലെ പല ഭാഗങ്ങളിലും വെള്ളം ജനവാസ മേഖലകളിലേക്ക് ഇരിച്ചു കയറുകയും റോഡ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുകയും ചെയ്തു. ഗതാഗത സൗകര്യങ്ങൾ തടസ്സപ്പെട്ട താഴ്ന്ന പ്രദേശങ്ങളിൽ വള്ളങ്ങൾ മാത്രമാണ് നിലവിൽ ആശ്രയം. കനത്ത മഴയിൽ ഏകദേശം 19,100 ഹെക്ടറിലധികം കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി. അതേസമയം വ്യോമസേന, NDRF, SDRF, അഗ്നിശമന സേന എന്നിവയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ശക്തമായി പുരോഗമിക്കുന്നുണ്ട്. ശിവസാഗറിലും സമീപ പ്രദേശങ്ങളിലും റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് തുടർച്ചയായ 2ാം ദിവസവും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കോലാഘട്ട്, കാംരൂപ്, ഹോജായ്, ദിബ്രുഗഡ്, ബിശ്വനാഥ്, ധേമാജി, സോണിത്പൂർ, ഉൾഗുരി, നാഗോൺ, ചരായി ദിയോ, കാംരൂപ് മെട്രോ, ജോർഹട്ട്, ടിൻസുകിയ, കർബി ആംഗ്ലോങ്, ലഖീംപൂർ എന്നീ ജില്ലകളിലാണ് പ്രളയം രൂക്ഷമായിരിക്കുന്നത്. 44 റവന്യൂ സർക്കിളുകളിലായി 872 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ശിവസാഗറിൽ 3,89,535 പേരെയും, ജോർഹട്ടിൽ 87,662 പേരെയും, ചരായി ദിയോയിൽ 72,646 പേരെയുമാണ് ദുരന്തം നേരിട്ട് ബാധിച്ചത്. പ്രധാന നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. ശിവസാഗർ ടൗൺ, നംഗ്ല, മുരഘട്ട് എന്നിവിടങ്ങളിൽ ദീക്കോ, ദീസാങ് നദികൾ അപകടനിലയ്ക്ക് മുകളിലാണ്. നെമാഠിഘട്ടിൽ ബ്രഹ്മപുത്രയും, കോവാങ്ങിൽ ബുർഹിദിഹിങ്ങും, കോലാഘട്ട്, നുമിലിഘട്ട് എന്നിവിടങ്ങളിൽ ധൻസിരി നദിയും അപകടനില പിന്നിട്ടു. നിലവിൽ 71 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,284 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം 202 ദുരിതാശ്വാസ വിതരണ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. മലയോര മേഖലകളിലുണ്ടായ മേഘവിസ്ഫോടനമാണ് പെട്ടെന്നുള്ള പ്രളയത്തിന് കാരണമായതെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. അതിനിടെ വാർത്താവിനിമയ ബന്ധം തടസ്സപ്പെടാതിരിക്കാൻ ടെലികോം വകുപ്പ് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. ശിവസാഗർ, ചരായി ദിയോ, ജോർഹട്ട് എന്നിവിടങ്ങളിൽ ജൂലൈ 24 വരെ ഇൻട്രാ സർക്കിൾ റോമിംഗ് സൗകര്യം ലഭ്യമാക്കും. സ്വന്തം നെറ്റ്വർക്ക് ലഭ്യമല്ലെങ്കിലും മറ്റേത് ടെലികോം ഓപ്പറേറ്റർ വഴിയും സേവനങ്ങൾ ഉപയോഗിക്കാൻ ഇത് സഹായിക്കും. നിരവധി ട്രെയിനുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തിട്ടുണ്ട്. അതേസമയം ശിവസാഗർ ജില്ലയിലെ സിമലുഗുരി ടൗണിലും പരിസരത്തും വെള്ളപ്പൊക്കം രൂക്ഷമായതിനാൽ സിമലുഗുരി, സെലൻഗഡ് സെക്ഷനുകളിലെ ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചതായി നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചു. കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്കായി വെള്ളിയാഴ്ച വരെ പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തും. മരിയാനിക്കും ഗുവാഹത്തിക്കും ഇടയിലുള്ള ചില എക്സ്പ്രസ് ട്രെയിനുകൾ സാധാരണ നിലയിൽ സർവീസ് നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന, സൈന്യം എന്നിവയുടെ നേതൃത്വത്തിൽ ബോട്ടുകൾ ഉപയോഗിച്ച് ഇതുവരെ 6,710 ആളുകളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ചു. പ്രളയബാധിത പ്രദേശങ്ങളിൽ 101 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. പ്രളയത്തിൽ നിരവധി റോഡുകളും ജോർഹത്ത് ജില്ലയിലെ 6 ഡാമുകളും തകർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.